സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓടില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യൂനുസ് സാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെ എന്തോ ഒരു ഹോസ്പിറ്റൽ കേസിന്റെ കാര്യം പറയുന്നില്ല. ഞാൻ ഓഡിബിൾ ആണോ? ഓടിപ്പിളാ സാർ. യൂനുസ് സാറിന് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസിന്റെ കാര്യം അല്ല ഗ്രൂപ്പിൽ കണ്ടിരുന്നു. ജോയി സാർ ക്യാരി ഓൺ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പ്രൊഫസറെ? സ്റ്റാർട്ട് ചെയ്യാം. 5-7. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തേക്ക് ഏതാണ്ട് ഒരാഴ്ച തികയാണ് നമ്മുടെ 21 ഡേയ്സ് ചാലഞ്ച്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീനും ഷെയർ ചെയ്യും. ഈ ദിവസങ്ങളിലേക്കുള്ള ആരെങ്കിലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയോ? ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയത് ആരെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയോ? ഗാമ നോക്കി ഞാൻ ഇന്നലെ. ഇങ്ങനെ കേട്ടില്ല സർ. ഗാമയെ നോക്കിന്നല്ലേ. ഗാമ ചെക്ക് ചെയ്തോ? അത് സാറിന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സാറിന് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കി. അപ്പോ അതിനാണ് ഞാൻ എന്റെ താഴെ എന്റെ പ്രോംപ്റ്റ്, ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അത് സാറിന് കുറച്ചുകൂടെ ശരിയാക്കാം. കാരണം സാറിന് സാറിൻ്റെതായിട്ടുള്ള രീതി മാറ്റം വരുത്തിയിട്ടേ ചെയ്യാം. ആ പ്രോംപ്റ്റ് തന്നെ കൊടുക്കണമെന്നില്ല. നോക്കി. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ ഗാമ പഠിച്ചിരുന്നു. ഞാൻ ഒന്നുകൂടെ അത് എടുക്കുകയാണ്. ഗാമ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തോണ്ടേ കേട്ടില്ല. ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് കവർ പേജോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലോഗോ ഒക്കെ അങ്ങനെ കൊടുക്കുന്നത് ഏതിലാ ഡിസൈൻ ചെയ്യാനായിട്ട്? ടെക്സ്റ്റ് ടു ഇമേജ് അല്ലേ? ടെക്സ്റ്റ് ടു ഇമേജ് നമ്മളിപ്പോഴും നോക്കിയത് ബിങ്ങില് ചെയ്യായിരുന്നു. പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഇപ്പോ ക്യാൻവയിൽ നമുക്ക് ഓരോന്നോരോന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടേ? ഓരോന്ന് മാറ്റി അങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇത് നമ്മള് നോക്കാം. ടെക്സ്റ്റ് ടു ഇമേജ് അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായുള്ള ഡിസൈൻ ചെയ്ത് പോസ്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഗാമ തന്നെ നിൽക്കുകയാണ്. ഗാമ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നമ്മള് ഇന്നലെ പ്രസന്റേഷൻ ക്രിയേഷനാണ് പഠിച്ചത് അല്ലേ? ഇവിടെ ഒരു സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സൈഡിൽ കാണാമോ? ഇടതുവശത്ത് ഭാഗത്തൊരു സൈറ്റ് കാണുന്നുണ്ടോ? ക്രിയേറ്റ് ന്യൂ സൈറ്റ്സ്. വെബ്സൈറ്റ് ക്രിയേഷൻ ആണ്. ഇതിനകത്തോടെ കുറെ പ്രോംപ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലാൻഡിംഗ് പേജ് ഫോർ എ ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനിങ്. പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് വന്നു. ഇന്നത്തെ പോലെ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 8
പേജസേ ഉണ്ടാവുള്ളൂ അല്ലെ? 8 കാർഡ് ഉണ്ടാവും. ഇതിന് പറയാം ഇത് എന്താ പറയാ, ഞാനിത് ചെക്ക് ചെയ്തപ്പോ എന്റെ ക്രെഡിറ്റ് ഒക്കെ കഴിഞ്ഞു. കാണാനല്ലോ അല്ലെ? ഈ അക്കൗണ്ട് പ്രകാരം, അതായത് ഈ ഇമെയിൽ പ്രകാരമുള്ള കഴിഞ്ഞു. നമുക്ക് ഇനിയും വീണ്ടും ഫ്രീ വേണമെങ്കിൽ വേറൊരു ജിമെയിൽ ഐ ഡി കയറി ചെയ്താൽ മതി. ഓക്കെ, മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്ന? മാക്സിമം എത്രയാ? മാക്സിമം ഫ്രീയില് 50 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അല്ല, 100 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി 20 ഉള്ളൂ, എനിക്ക് നടക്കില്ല. യു കറന്റ്ലി ഹാവ് 20 credits. ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് ചെയ്തു നോക്കിയിരുന്നു. മാസ്റ്റർ മൈൻഡ് ഐയുടെ സൈറ്റ് ഇത് എഡിറ്റബിൾ ആട്ടോ. കാണാമോ? ഇത് നമുക്ക് ഗാമയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഉണ്ടോ? എഡിറ്റബിളാ. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് പബ്ലിഷ് ആയി. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസത്തിന്റെ ഉണ്ടായിരുന്നോ? പിക്ചർ ചാർട്ട് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു. പോസ്റ്റർ ഏരിയയാണ്. ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എടുത്തു നോക്കിയപ്പോ എനിക്ക് കിട്ടിയില്ല. അതാണ്. എന്താണ് കൊടുത്തത്? എനിക്ക് കൊടുക്കാനായി മനസ്സിലായില്ല. ഈ അതിന്റെ അടിയിൽ പോസ്റ്റർ എന്ന് കൊടുക്കണല്ലേ? പോസ്റ്റർ. ഓക്കെ, അതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അത് മനസ്സിലായില്ല. അത് ഓപ്പൺ ചെയ്ത് നോക്കി പിക്ചർ ചാർട്ട്. പോസ്റ്റർ കൊടുക്കാം. ഇതിപ്പോ എന്താ വേണ്ടത്? പിന്നെ അക്കൗണ്ടിങ് സർവീസിനെ കുറിച്ചാണോ വേണ്ടത്? അക്കൗണ്ടിങ് കൺസൾട്ടൻസി. അക്കൗണ്ടിങ് കൺസൾട്ടന്റ് ഒന്ന് പറയാം. എന്താ പറയാ, അക്കൗണ്ടിങ് കൺസൾട്ടൻസി സർവീസസ് അല്ലേ? പിന്നെന്താണ് ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ? എന്നിട്ട് പിന്നെന്താ പറ്റിയത്? പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം വരുന്നല്ലേ? അക്കൗണ്ടിങ് സർവീസായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് വരുന്നില്ല അല്ലേ? ഇത് ഇവിടെ ഒരു പിന്നെ നമുക്കിത് ഇമേജ് തിരിച്ചു കൊടുക്കാം. നമുക്ക് തന്നെ
അല്ല അത് ഇതിനേക്കാളും ക്യാൻവയില് ഇപ്പൊ ഇവിടെ ഇതിനേക്കാൾ പറയുന്നുണ്ട് കൂടുതൽ ഡിസ്ക്രൈബ് വരുന്നുണ്ടല്ലോ. യുവർ ഇമേജ് ടു യു ലൈക്ക് ടു ജനറേറ്റ് എന്ന് പറയുന്നു. ആ നമുക്ക് നോക്കിയത് നോക്കാം. എന്താണ് സിന്റയുടെ ഉദ്ദേശം പറഞ്ഞു. കോഡിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആ പിക്ചറിൽ എന്തൊക്കെ വേണം? ടാക്സുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ്, ബുക്സ്, പിന്നെന്താ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഗ്രാഫ്, അക്കൗണ്ടിങ് ഗ്രാഫ്സ്. കോഡിംഗ് ഗ്രാഫ് ഏതായാലും ബുക്സ് എന്താ പറയാ GST സിമ്പിളൊക്കെ വെക്കാം അല്ലേ? GST സിമ്പിള്. എടുക്കുന്നറിയില്ല GST സിമ്പിൾ. ടാബ്സ് ഇതുവരെ നോക്കാം. 100% ആക്യുറസി ഒരു ടൂളും ഇല്ല കേട്ടോ. നമ്മള് മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കും. മതിയോ? ബുക്ക് വളരെ വേണം. മലയാളം ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? മലയാളം ഞാൻ നോക്കിയില്ല. പരീക്ഷിക്കും. GST നോക്കാം. ഇല്ല, തോന്നുന്നൊക്കെ വരും കേട്ടോ. എടുക്കില്ല. ചാർജ് കഴിഞ്ഞു. എന്റെ ചാർജ് കഴിഞ്ഞു. ഒരു ഗ്രാഫൊക്കെ വന്നു. എന്റെ കൂട്ടത്തില് സ്പൂണൊക്കെ എന്തിനാന്നറിയാം. കോരി കുടിക്കാൻ. അത് ഇനി അഡ്വാൻസ്ഡ് ലെവൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വേറൊരു
സൈറ്റിലൂടെ ഇത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സൈറ്റ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ AI ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമനൈസ് ചെയ്യണം. അത് ഞാൻ ChatGPT പോയപ്പോൾ വെബ് ChatGPTയിൽ നാം ചെയ്ത് കാണിച്ചിരുന്നു. അതൊരു ഗൂഗിൾ എക്സ്റ്റൻഷൻ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കൂടാണ്ട് ഒരു സൈറ്റാണ് അൺഡിറ്റക്റ്റബിൾ AI. സൈറ്റിന്റെ പേര് അൺഡിറ്റക്റ്റബിൾ AI. നമ്മൾ AI ചെയ്യുന്നത് നമുക്കത് ചെക്ക് ചെയ്യാം, അതുപോലെ ഹ്യൂമനൈസ് ചെയ്യാം. നമ്മൾ AI ചെയ്ത സംഭവം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഹ്യൂമനൈസ് ചെയ്യും. കാണിച്ചു തരാം. കൊടുത്തതിന് ടെംപ്ലേറ്റ് ഞാൻ ചെയ്തേ ഉള്ളൂ. പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ എല്ലാവരും ഉള്ള ഒരു ശീലമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അല്ലേ നമ്മുടെ പ്രൊഫസറെ? അതെ. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരേപോലെയുള്ള ഒരു സ്വഭാവമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അത് നമ്മളോട് അവിടെ കോപ്പി ചെയ്യുന്നു, ഇതിനോട് പേസ്റ്റ് ചെയ്യുന്നു. ചെക്ക് ഫോർ AI ഉണ്ട്, ഹ്യൂമനൈസ് ഉണ്ട്. ചെക്ക് ഫോർ AI നോക്കണം. ആൻസർ ഉണ്ടോ? യുവർ കണ്ടന്റ് ഈസ് ഡിക്റ്റഡ് ആസ് റിട്ടൺ ബൈ AI. അത് AI ചെയ്തതാണെന്ന് ഡിക്റ്റഡ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് ഹ്യൂമനൈസ് ചെയ്യും. ഇൻസഫിഷ്യന്റ് എന്നാണ്. ഇത് പല പ്രാവശ്യം ചെയ്തുകൊണ്ട് അത് പ്രശ്നമായി. ഇനി അടുത്ത Gmail ID ചെയ്യാൻ പറ്റും. അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതിന് റീഅറേഞ്ച് ചെയ്ത് ഹ്യൂമനൈസ് തരും നമുക്ക്. പിന്നെ അത് കോപ്പി ചെയ്ത് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഡിക്റ്റബിൾ AI എന്നാണ്. ഇത് ബിൽഗേറ്റ്സിനോട്, പിന്നെ ബിൽഗേറ്റ്സിന്റെ ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഏറ്റവും ടഫായിട്ടുള്ള ടാസ്ക് ഞാൻ മടിയന്മാർക്ക് കൊടുക്കുന്നതാണ്. കേട്ടിട്ടുണ്ടാവും. മടിയന്മാർക്ക് കൊടുക്കുന്നത് കാരണം അവര് അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യേണ്ട വിധം കണ്ടുപിടിക്കും. അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അത് മടിയന്മാരെ ഏൽപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ മടിയന്മാർക്ക് പറ്റിയൊരു സംഭവമാണ്. ഞാൻ മറ്റൊരു Gmail ID ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഹ്യൂമനൈസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ കുറെ മെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കുറെ മെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് വേണ്ടി വരും. അത് വേണ്ടി വരും.
എനിക്കിപ്പോ 2-3 ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആക്റ്റീവായിട്ട്, അല്ലാതെ ഇമെയിൽ ഐ ഡി ഇഷ്ടംപോലെ ഉണ്ട്. അടുത്തൊരു സൈറ്റ് പരിചയപ്പെടുന്നത് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന AI ഉണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ല. ഇമെയിൽ ഐ ഡി റൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ഗ്രൂപ്പിടെ ഉണ്ട്, അല്ലാതെ പല ഓട്ടോമാറ്റിക്കായിട്ട് മെയില് ചെയ്യും. Visma.ai എന്ന് പറയുന്നത് മറ്റൊരു സൈറ്റാണ്. ഇതും നമ്മളിപ്പോ എന്താ പറയാ, ക്യാൻവ പോലെയൊക്കെ തന്നെ നമുക്ക് ചെയ്യുന്നതിനകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെന്ത് പർപ്പസിന് വേണ്ടിയിട്ടാ? ഇത് നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, ബ്രോഷർ ഡിസൈൻ ചെയ്യാം, ഇത് ചെയ്യാവുന്ന ഡിസൈൻ വർക്കാ? എന്താ പറയാ, പ്രസന്റേഷൻ, ഇൻഫോഗ്രാഫിക്, ഡോക്യുമെന്റ്, ചാർട്ട്, വെബ്, സോഷ്യൽ മീഡിയ, വീഡിയോ. ക്യാൻവയിലുള്ള ഏകദേശം എല്ലാം ഉണ്ട്, പക്ഷെ ഇതിനകത്ത് വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫോഗ്രാഫിക് എടുത്തു കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക്സ് മറ്റേ ഉള്ളതല്ലേ, പിക്ടോ ചാർട്ട് ഉള്ളതന്നെ. പ്രോസസ് ഇതിന്റെ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, സ്റ്റോറി, പിന്നെ ഫേസ്ബുക്ക് ആണ്, ഫേസ്ബുക്ക് പേജ് കവർ. അതെടുക്കുക, അതിൽ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു തരും. ഏതാ? ഫേസ്ബുക്ക് പേജ് കവർ എടുക്കുക. ടെംപ്ലേറ്റ് ആണ്. Edit with AI. ഒക്കെ എഡിറ്റ് ചെയ്യാലേ? എഡിറ്റ് ചെയ്യാം. ലോഗോ കൊടുക്കാം, മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡിലുള്ളതിൽ മറ്റു പലയിലുള്ളതിനേക്കാൾ വ്യത്യസ്തം. ഗ്രാഫിക്, ഫോട്ടോസ് ആഡ് ചെയ്യാൻ, മറ്റേ ക്യാൻവ പോലെ ഫോട്ടോസ് വരെ പോലെ തന്നെയാ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഇത് എന്താണ് AI ടെക്സ്റ്റ് ടു സ്പീച്ച് നമ്മൾ ചെയ്യുന്നതിനകത്ത് ഇവിടെ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ വോയിസ് ആണ്. ഹായ് അല്ല തന്നെ. Sunrise. Simple fact has been observed by humans without. ബാസ് കൂടി
അല്ല എക്കോ. എക്കോ ഡെസ്ക്ടോപ്പിന്റെ ഓഡിയോ ആക്കി കഴിഞ്ഞാൽ എക്കോ വരും. കാരണം രണ്ട് ഒരുമിച്ച് ഓപ്പൺ ആയിട്ടുള്ളതല്ലേ. അപ്പൊ ഇത് ജനറേറ്റ് AI സ്വിച്ച് എന്ന് ഞാനിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു. അത് പ്രീമിയം കാറ്റഗറി ഉള്ളവർക്കേ ഉള്ളൂ. അത് കൊടുത്തിരിക്കുന്നുണ്ടോ? 500 ക്രെഡിറ്റ് വേണം. AI റീസൈസ് ചെയ്യാം, AI ഡിസൈനർ, AI റൈറ്റർ, AI ടെക്സ്റ്റ് ടു ഇമേജ്, AI ടെക്സ്റ്റ് ടു സ്പീച്ച്, ഇമേജ് ഫിൽറ്റർ, റീപ്ലേസ് ഇമേജ്, ഇത്രയും സർവീസസ് ചെയ്യാൻ. അതിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരില്ലേ? 12,500 രൂപ ഒരു മാസം. സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും സാറേ. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിൻഡയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. എനിക്ക് അക്കൗണ്ട് ഇല്ല. അക്കൗണ്ട് ഇല്ലേ? ഓഫീസിലൊക്കെ ക്യാൻവയിൽ കാണാത്ത കുറച്ച് 3D വിഷ്വൽ ആർട്സ്, ക്യാരക്ടർ, 3D ആനിമേഷൻ. ക്യാൻവയിൽ ഞാൻ കണ്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്നും അറിയില്ല. ഫോൺ കെയർ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് സംഭവം കാണാം. ചാർട്ട് കൊടുക്കാൻ. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതെനിക്ക് ഇത് ടെക്സ്റ്റ് ടു സ്പീച്ച് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യും. അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. ഡിറ്റക്ടർ, വിസ്മി, എന്താ പറഞ്ഞേ, ഗ്യാമ, 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. remove.bg കേട്ടിട്ടുണ്ടോ? ഏതാ? remove.bg. remove.bg. ഇതിപ്പോ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു ഉണ്ടാവും. മൊത്തം തന്നെ പോയി. വ്യത്യാസം വന്നില്ല അല്ലേ? അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് വേറെ ഏതെങ്കിലും കൊണ്ടുപോകും. അടിപൊളിയാണല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട്
അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. remove.bg നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഒരു ഫോട്ടോ നമുക്ക് യൂസ് ചെയ്യണം. അതിന്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീടിനകത്ത് നിന്ന് എടുത്ത ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഉപയോഗിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. നമുക്കിനി നാളെ നോക്കാം. വേറെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ഏതാണ് വേറെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഉം. ഓപ്ഷൻ ഉണ്ട്. പോസിബിൾ. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സബ്സ്ക്രിപ്ഷൻ പ്ലാനൊക്കെ നല്ല $123 13,500. അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ട് സിൻഡോ ചോദിച്ച പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഇട്ടാലും മതി, ഞാൻ നോക്കി വയ്ക്കാം. ടീച്ചബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പില് അത് AI ടൂൾ ആണോ? ഏതാണ് ടീച്ചബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, അത് AI ടൂളാ? ടീച്ചബിൾ AI ടൂളാണെന്ന് ടീച്ചബിൾ കേട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചബിൾ അല്ലേ? ഇപ്പൊ തന്നെ നോക്കിയേക്കാം. പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ്. നോക്കാം. നോക്കിയോ? അല്ല, ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരാള് പറഞ്ഞിട്ട് നോക്കിയതാണേ. അപ്പൊ അതില് അല്ല, അന്ന് അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയില്ല. അന്ന് അടിച്ചു കൊടുക്കുമ്പോ വരാറുണ്ട് അതിന്റെ ആൻസറുകളൊക്കെ. സിലബസ് കോഴ്സ് അതൊക്കെ അതിൽ കിട്ടിയിട്ടായിരുന്നു.
അത് നോക്കാം, നമുക്ക് ഏത് കണക്ടർ ഉണ്ടോ എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ. ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല സാറേ, കണ്ടിന്യൂ ചെയ്തോളാം. കുഴപ്പമില്ല, ഞാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് പിന്നെ നോക്കി. നോക്കാം. പിന്നെ ഇല്ല. ഇത് ഓൺലൈൻ ഏത് കണക്ഷൻ എന്നുള്ളത് തോന്നുന്നു. സാറ് പറഞ്ഞോണ്ട് എന്തായാലും ഒന്ന് നോക്കൂ. കണ്ടിന്യൂ. ഓക്കെ, അത് പ്രൊഡക്ഷൻ ഇൻക്യൂബേറ്റർ. പറ്റില്ല. Settings. ബാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതൊന്നും കണക്ഷൻ ഇല്ല കേട്ടോ. ശരി. നമ്മളൊരു പ്രൈസിംഗ് പ്ലാനും നമ്മളുടെ പ്രൈസിംഗ് പ്ലാനൊക്കെ കൂടെ കൊടുത്ത് കണ്ടിന്യൂ ആകും. ടീച്ചബിൾ അല്ലേ? എന്നാലും ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഈ ബുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. നേരത്തെ അങ്ങനെ ഉണ്ടാവും, അൺഡിറ്റക്റ്റബിൾ ആയ മാറ്റിണ്ടാവും. ഏതാണ്? അല്ല, അൺഡിറ്റക്റ്റബിൾ ആക്കി മാറ്റിണ്ടാവും എന്നറിയാം. അത് ഏഴ് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നമുക്കത് നോക്കാം. ഓക്കെ, താങ്ക്സ്. സാറിന്റെ ഒരു ഈ ബുക്ക് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പിലാ?
സാർ ആ ഗ്രൂപ്പിൽ സാറിന്റെ ഒരു യൂറിൻ തെറാപ്പിയെ കുറിച്ച് ഏതൊരു ബുക്ക് ഒരു ഈ ബുക്ക് ആ അത് കുറെ മുമ്പ് നമ്മള് അത് PDF ആ. ആ ആ ആ ഞാൻ ഇപ്പൊ ചില AI-യോട് ചില ഡൗട്ടുകൾ ചോദിച്ചു. അപ്പൊ ആള് നിങ്ങള് അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തോളാം തന്നെ പറയണ. ആരോടാ ഞാൻ യൂറിൻ തെറാപ്പിനെ കുറിച്ചിട്ട് ആ ആ ആ കുറച്ച് AI-യിൽ ചോദിച്ചു. ഏത് സൈറ്റിലാ ChatGPT-യോടാ ആ ChatGPT ആ ഒരു 100% നമുക്ക് ആക്യുറസി കിട്ടില്ല. ഇല്ല അത് നമ്മളെ പോലെ തന്നെ നമ്മുടെ ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതെ അതെ അതേപോലെ തന്നെ AI-യും അവരും കറക്റ്റ് തറപ്പിച്ച് പറയുന്നില്ലേ. നമ്മൾ ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ മറ്റത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് അതെ ആ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന. ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നരസിംഹ മാം ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. നരസിംഹ മാം ഉണ്ടോ? പോയോ? ഉണ്ട്. ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. പ്രൊഫസർ സാർ ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അജന സാറെ ഇന്നലെ ഞാൻ പറഞ്ഞു ആരെങ്കിലൊക്കെ ഇവിടെ അല്ല നമുക്ക് അതെ അനുമായി എന്തോ പറയണ്ടോ പക്ഷെ ഓഡിയോ അല്ല പറഞ്ഞോളൂ ഓഡിയോ ഓണല്ല. ട്രേഡ് സീക്രട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത്. ഡെയിലി 5 പേജ് പുസ്തകം വായിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ലോങ് ടൈം ഗോൾസ് എഴുതുക, ഷോർട്ട് ടൈം ഗോൾസ് എഴുതുക. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Damn.